ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഉദയ്പൂരാണുള്ളത്. ദിസ് ഇസ് ഡേ 1 ഓഫ് ഉദയ്പൂർ. നമ്മളെല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ 2 ദിവസം ഉദയ്പൂർ ചില്ലാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് ഡേ 1. നമ്മൾ ഫസ്റ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോൾ നേരെ സിറ്റി പാലസിലോട്ട് പോവാം. നമ്മളെടുത്തിരിക്കുന്ന ഹോട്ടൽ അതിൻ്റെ ഭയങ്കര അടുത്താണ്, ഒരു 600 മീറ്ററൊക്കെ ഉള്ളു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം. ഞങ്ങൾ ഇപ്പം 6 പേരുണ്ട്. നമ്മൾ 6 ഫ്രണ്ട്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ ഉദയ്പൂർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ഹിബിസ്കസ്. ഈ ഹോട്ടൽ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഇത് ജഗ്മന്ദിറിൻ്റെയും സിറ്റി പാലസിൻ്റെയും ലേക്ക് പിച്ചോളേൻ്റെ ഒക്കെ ഭയങ്കര അടുത്തായിരുന്നു. ഭയങ്കര വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. 200 മീറ്റേഴ്സ് 300 മീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ ഓരോ സ്പോട്ടിലോട്ടും. പിന്നെ ഈ ഹോട്ടലിൽ റൂഫ് ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ലേക്ക് പിച്ചോളേൻ്റെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസും ഭയങ്കര നല്ലതായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. ചെക്ക് ഇൻ ടൈമിനേക്കാളും അവരൊരു പ്രശ്നമില്ലാണ്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മൾ ഓൺ ദ വേ സിറ്റി പാലസിലോട്ട് പോകുന്ന വഴിയാണ്. റോഡിൻ്റെ 2 സൈഡിലും ഫുൾ ഷോപ്സാണ്. നമുക്ക് ഇഷ്ടം പോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിലോട്ടുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മൾ താഴേന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു. പെർ പേഴ്സൺ 400 റുപ്പീസ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്ന ഒരു മ്യൂസിയത്തിലോട്ടാണ്. ഈ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സോൾജേഴ്സ് ഉപയോഗിച്ചിരുന്ന അവരുടെ വെപ്പൺസ് ഒക്കെയാണ്. കുറേ വാളും പരിചയും പിന്നെ അവർ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു, കുറേ കാണാനുണ്ടായിരുന്നു മ്യൂസിയം. ഈ സിറ്റി പാലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് 3 hours എടുത്തത് മൊത്തം കണ്ട് കവർ ചെയ്ത് വരാൻ. 400 വർഷം എടുത്തിട്ട് പണിതതാണ് ഈ സിറ്റി പാലസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സിറ്റി പാലസിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നാരോ പാസേജുകളായിട്ട് കുറേ സ്ഥലത്തും, അതിലൂടെ കുറേ സ്റ്റെപ്പ് കയറാനും ഉണ്ട്, കുറേ സ്റ്റെപ്പ് ഇറങ്ങാനും ഉണ്ട്. അപ്പം ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തുക. ഇവിടെ നമുക്ക് ഉദയ്പൂരിൻ്റെ ഒരു പനോറമിക് വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ പല സ്ഥലത്തും അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നോക്കുമ്പോൾ ഓരോ ഏരിയ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ശീഷ് മഹലിലോട്ടാണ്. ഇത് ഈ സിറ്റി പാലസിനകത്ത് തന്നെ ഉള്ളൊരു റൂമാണ്. ഈ റൂമിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഉണ്ട്. ഫുൾ മിററാണ് ഈ റൂമിനകത്ത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ലൈറ്റ് ചെയ്താൽ വരെ ആ റൂം മൊത്തം ലൈറ്റ് ആവും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ജഗ്മന്ദിർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ലേക്ക് പിച്ചോളേൻ്റെ നടുവിലായിട്ടാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ടോ കാണാനായിട്ട്. ഞാനിപ്പോൾ സിറ്റി പാലസിലെത്തി. സിറ്റി പാലസ് ആക്ച്വലി കുറേ മ്യൂസിയം ഒന്നും അത്ര രസമുണ്ടായില്ല. എനിക്കതിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് ഏരിയയൊക്കെ നല്ല രസമാണ്. സിറ്റി പാലസ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് ഖമ്മ ഗണി റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഖമ്മ ഗണി മീൻസ് വെൽക്കം ഇൻ രാജസ്ഥാനി ലാംഗ്വേജ്. നമ്മൾ അവിടുന്ന് കുറേ രാജസ്ഥാനി ഫുഡ് ട്രൈ ചെയ്തു. ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ നമ്മൾ നേരെ വന്നത് ലേക്ക് പിച്ചോളയിൽ ഒരു ബോട്ട് റൈഡിനായിരുന്നു. ഇവിടെ ഒരാൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ലേക്ക് പിച്ചോളയിൽ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ട് റൈഡ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു ക്യൂ ആയിരുന്നു. അവിടെ ബോട്ട് റൈഡിന് പെർ പേഴ്സൺ 180 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സ്കൈ ഭയങ്കര അടിപൊളി, പെയിൻറ്റ് ചെയ്ത് വെച്ച പോലെ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഭയങ്കര അടിപൊളിയായിരുന്നു. ആര് ഉദയ്പൂരിൽ വന്നാലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ലേക്ക് പിച്ചോളയിലെ ഈ ബോട്ട് റൈഡ്. അത് സൺസെറ്റ് ടൈമിലാവുകയാണെങ്കിൽ ദ ബെസ്റ്റ്. കാരണം നമ്മൾ രാവിലെ കണ്ട സിറ്റി പാലസ് ആണിത്. അതെല്ലാം ഫുൾ ലൈറ്റ് ഇട്ട് സിറ്റി പാലസും ജഗ്മന്ദിറും അംബ്രഘട്ടും എല്ലാം ഫുൾ ആ ഒരു യെല്ലോ ലൈറ്റിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ ഹാത്തി പോൾ എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ ചുമ്മാ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുക. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടുത്തെ
കുറച്ച് റീസണബിൾ പ്രൈസിൽ സാധനം കിട്ടുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാപ്പു ബസാറും കണ്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഹാത്തിപ്പോളിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഹാത്തിപ്പോളിൽ വന്നിട്ട് ഇപ്പോൾ ഓരോരോ ഷോപ്പായിട്ട് ഇവിടെ നേരത്തെ അടയ്ക്കും തോന്നുന്നു. 9 ഒക്കെ ആകുമ്പോഴത്തേക്കും ഷോപ്സ് എല്ലാം ക്ലോസ് ആവും. എങ്ങനെയുണ്ട്? एक प्लेट और वेज कहाँ डालू भैया? ആ പ്ലേറ്റ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അത് നിങ്ങൾ എടുത്തോ. എനിക്ക് അതിലാണ് പുള്ളി മധുരം എടുത്തു. ഓ താങ്ക് യു ഭയ്യ. തന്നോളൂ. ഇത് മധുരം ഇട്ടതാണല്ലേ? ഞാനത് മധുരം ഇടാത്ത ടേസ്റ്റ് എനിക്ക് മധുരം ഇട്ടത് ഇഷ്ടപ്പെട്ട ആണോ? നോർമൽ കണക്കുണ്ടല്ലോ അല്ലേ ഇതിന്? ആൾക്ക് കണക്കുണ്ടാവും, നമുക്കില്ലെങ്കിലും. ഞങ്ങൾ ഇവിടുന്ന് പാനിപ്പൂരി കഴിച്ച് അടിപൊളി, ഒറ്റ സ്ട്രെച്ചിൽ 10 കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പോകുന്ന ഭയങ്കര അടിപൊളി നല്ല പാനിപ്പൂരി. ഓഫ് ടു സഹേലിയും തിബാരി. എല്ലാവരും ഇതിലോട്ട് നോക്കും. ഞങ്ങളിപ്പോൾ സഹേലിയും ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേണ്ടി പുറത്ത് ഇങ്ങനെ രാജസ്ഥാനി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്വന്തം ക്യാമറയിലോ ഫോണിലോ ഒന്നും ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഒരു 250 റുപ്പീസ് കൊടുത്താൽ ആ ഡ്രസ്സെല്ലാം നമുക്ക് ഇട്ടിട്ട് അവരെന്നെ ഒരു ഫോട്ടോ എടുത്തരും. അങ്ങനെ എടുത്ത് ഞാനത് ഇവിടെ ആഡ് ചെയ്യും. സഹേലിയും കി ബാരി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഗാർഡൻ ആണ്. പണ്ട് കാലത്ത് ക്വീൻ്റെ മെയ്ഡൻസൊക്കെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതിപ്പോൾ ഒരു ഗാർഡനായിട്ട് അവർ നോക്കിക്കൊണ്ട് വരുവാണ്. കുറേ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, കുറേ ട്രീസ് ഉണ്ട്, ഫൗണ്ടെയിൻസ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. കുറേ ഏരിയ ഉണ്ട് നടക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മളും അത് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് ഇത് ഊപ്രേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നു. ഭയങ്കര അടിപൊളി ഒരു ആംബിയൻസും ഭയങ്കര എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഇവർ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേക്ക് ഫേസിങ് ആയിട്ട്. പിന്നെ നമ്മൾ മുകളിലാണ് ഡൈനിങ് ചെയ്തത്. ഇവിടെ നിന്നും ഭയങ്കര അടിപൊളി വ്യൂ ആണ് ലേക്ക് പിച്ചോളേൻ്റെയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗംഗോർ ഘട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ഫുഡും ആയിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മൺസൂൺ പാലസ് കാണാനാണ്. ഇതാണ് ഉദയ്പൂരിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഉദയ്പൂരിൻ്റെ ഒരു പെനോർമിക് വ്യൂ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ വരെ പോകാനായിട്ട് അവിടുത്തെ ജീപ്പ് സർവീസ് ഉണ്ട്. അതിന് പെർ ഹെഡ് 120 റുപ്പീസാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് ജീപ്പിനകത്ത് പോകാനായിട്ട്. ആ ജീപ്പിലൂടെ പോകുമ്പോഴുള്ള വ്യൂവും ഭയങ്കര അടിപൊളിയാണ്. ഒരു ഹിൽ സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന പോലെ തന്നെയാണ്. ഇതാണ് മൺസൂൺ പാലസ്. ഈ പാലസിന് സജൻഗർ പാലസ് എന്നും കൂടെ ഒരു പേരുണ്ട്. കാരണം ഇത് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് മഹാറാണ സജൻ സിംഗ് ആയതുകൊണ്ട്. ആക്ച്വലി ഇത് മൺസൂൺ പാലസ് എന്ന് വിളിക്കാൻ കാരണം മഴക്കാലം വരുന്നത് അറിയാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൺസൂൺ ക്ലൗഡ്സ് എല്ലാം നോക്കിയിട്ട്. അങ്ങനെയാണ് ഇതിന് മൺസൂൺ പാലസ് എന്നും കൂടെ ഒരു പേര് വന്നത്. ഇവിടെ നമുക്ക് താഴത്തോട്ട് പോകാനും സെയിം ജീപ്പ് സർവീസ് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹാത്തിപോൾ മാർക്കറ്റിലോട്ടാണ്. നമ്മൾ ഇന്നലെ പോയ അതേ സെയിം സ്ഥലത്തോട്ട്. കാരണം ഞങ്ങൾക്ക് നൈറ്റ് 7:30 നമ്മളെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന്. ഞാൻ ഹാത്തിപോൾ മാർക്കറ്റിൽ എത്തിയപ്പോൾ കണ്ടാണ് ഈ ആനേനെ കുറേ സവാരിയെല്ലാം ചെയ്തിട്ട് അതിന് ശരിക്കും വയ്യാണ്ടായ ഒരു അവസ്ഥയായിരുന്നു. കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നി. അതിനുശേഷം പിന്നെ നമ്മളൊരു കോഫി എല്ലാം കുടിച്ച് അന്നത്തെ ഡേ എൻഡ് ചെയ്തു. ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് വീഡിയോ.